ഹൗസിംഗ് ഫെഡറേഷൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ.സി. അബുവിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. അളകാപുരിയിൽ നടന്ന സ്വീകരണ പരിപാടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഹൗസിംഗ് ഫെഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ.സി. അബുവിന് കോഴിക്കോട് അളകാപുരിയിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ പരിപാടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 2 മാസം മുമ്പാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഹൗസിംഗ് ഫെഡറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് മത്സരിച്ചോളാം. വാക്കാണെന്നോ അതായത് മനസ്സിലായത് എന്താണ് ഉദ്ദേശിച്ചത്. ഒരു തടസ്സവും കൂടാതെ, ഒരു തർക്കവും കൂടാതെ, ഒരാളെ തർക്കിക്കാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടാണ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത്. എനിക്ക് ഭയം ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത്. കാരണം CPM പലതരത്തിൽ ഇത്രയും ഇലക്ഷനുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 22 വോട്ടിനാണ് ജയിച്ചത്. ഈ പ്രാവശ്യം 50 വോട്ടിനാണ്, 60 വോട്ടിനാണ് ഇപ്രാവശ്യം ജയിച്ചത്. ആ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ജയിക്കുകയും പാർട്ടി അപ്പോൾ തന്നെ നിർദ്ദേശം ഞങ്ങളെല്ലാം ഏകകണ്ഠമായി അബൂക്കയെ ചെയർമാനാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രവീൺ പറഞ്ഞതുപോലെ കോഴിക്കോട് കോൺഗ്രസിൻ്റെ മുഖമാണ് അബൂക്ക. പക്ഷേ അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് പാർട്ടി പ്രവർത്തകർക്കും അല്ലാത്ത പൊതുസമൂഹത്തിനുമൊക്കെ പരിചിതമായ മുഖം കൂടിയാണ് അബൂക്ക. പലപ്പോഴും ഞങ്ങളോട് സംസാരിക്കാൻ പല സ്ഥലത്തും യോഗങ്ങൾക്ക് നമ്മളെയൊക്കെ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന ആളുകൾ ശുപാർശ അബൂക്കയെ വിളിക്കാൻ പതിവാണ്. അബൂക്കയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ സരസമായി നർമ്മഭാഷണത്തിലൂടെ കാര്യങ്ങൾ, ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഇവിടെ ചിരിച്ചു മറിയുകയായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളെല്ലാം. രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാം ഞാൻ രമേശ് ചെന്നിത്തല നടത്തിയ 2 ജാഥകൾ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 2 ജാഥകളുടെ മുഖ്യ സംഘാടകൻ ഞാനായിരുന്നു. അന്ന് ഞാൻ അബൂക്കയെ നേരിട്ട് വിളിച്ചിട്ട് എല്ലാ ജില്ലകളിലും ആ പരിപാടിയിൽ പങ്കെടുക്കണം. 2 പരിപാടിയിലും അദ്ദേഹം 14 ജില്ലകളിലും പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾക്ക് ജാഥ അംഗങ്ങൾക്ക് കൊടുത്തിരുന്ന പ്രിവിലേജാണ് അബൂക്കയ്ക്ക് ഞങ്ങൾ കൊടുത്തിരുന്നത്. എല്ലാ സ്ഥലത്തും അക്കോമഡേഷനും കാര്യങ്ങളും കൂടെ ഉണ്ടാകുന്നത്. അദ്ദേഹം എല്ലായിടത്തും വന്നു, ഒരു മടിയും കൂടാതെ എല്ലാ പരിപാടികളിലും വന്നു. UDF ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ, TKDF സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് മണി, KM അഭിജിത്ത്, IP രാജേഷ്, അബ്ദുൾ റഹ്മാൻ എടക്കുനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ACV ന്യൂസ്, കോഴിക്കോട്.